ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ സംഭവം എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ കോഴിക്കോട് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന ആ ഒരു സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് പറഞ്ഞ സ്ഥാപനം മുഴുവനായിട്ട് നശിച്ചു എന്ന് പറയാൻ പറ്റും. പിന്നെ തൊട്ടടുത്തുള്ള കടകളിലേക്കും തീ പടർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ ടൗണിൽ ഇങ്ങോട്ട് അതിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഇന്നലെ അങ്ങോട്ട് വരുന്നത് കണ്ടു. അതുപോലെ തന്നെ രാമനാട്ടുകര ഭാഗത്തു നിന്നുള്ള ഒരുപാട് വന്നിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു ഫയർഫോഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറേ ആയി ഇങ്ങനത്തെ തീപിടുത്തങ്ങൾ കോഴിക്കോട് ഉണ്ടാവുന്നു. ഇപ്പം മിഠായി തെരുവിൽ SM സ്ട്രീറ്റിൽ നമുക്ക് ഒരുപാട് തീപിടുത്തങ്ങൾ പണ്ടോട്ടേ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ തന്നെ പത്രം വായിക്കുമ്പോഴൊക്കെ, മാതൃഭൂമി പത്രമൊക്കെ വായിക്കുമ്പോൾ തന്നെ അതിലിങ്ങനെ കാണാം, നഗരം എന്നാണ് ഒരു പേജ് ഉണ്ടായിരുന്നു പണ്ട് മാതൃഭൂമിയിൽ. ഇപ്പം നഗരം എന്ന് പറഞ്ഞാൽ ആ ഒരു സപ്ലിമെൻ്റൊന്നും അവർ കൊടുക്കുന്നില്ല. പക്ഷെ ആ ഒരു നഗരം, ആ ഒരു പേപ്പറിൽ എപ്പോൾ നോക്കിയാലും തീപിടുത്തത്തിന് ന്യൂസ് ഉണ്ടാവുള്ളൂ കോഴിക്കോട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം മിഠായി തെരുവിൽ ഒരുപാട് തീപിടുത്തം ഉണ്ടായി. അതിനുശേഷം ഇപ്പം നമ്മുടെ സിറ്റിയിലേക്കും കൂടി ഈ ഒരു തീപിടുത്തമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ കാലിക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയം ജംഗ്ഷൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെയാണ് ഇപ്പം തീ വന്നിട്ടുള്ള സ്ഥലം കേട്ടോ. കോഴിക്കോട് വന്നവർക്ക് അറിയാമായിരിക്കും. നമ്മുടെ സ്റ്റേഡിയത്തിലൊക്കെ കളി കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തീ ഉണ്ടായ സ്ഥലം. ആ ജംഗ്ഷനിലാണ് വരുന്നത് കേട്ടോ. സോ നമുക്ക് ഇവിടെയൊക്കെ എന്താ അത്ര തീ പിടിക്കാൻ കാരണം, മറ്റുള്ള സ്ഥലങ്ങളെങ്ങായിട്ട് എന്തുകൊണ്ട് ഇവിടെ തീ പിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ഷോപ്പുകൾ തന്നെയാണ്. ഇപ്പം കോഴിക്കോട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പണ്ടോട്ടെ വ്യവസായങ്ങളുടെ ഒരു തലസ്ഥാനം തന്നെ പറയാം. അതായത് ഒരുപാട് വ്യവസായങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പം തുണിത്തരങ്ങൾ തന്നെ നമ്മുടെ ഇപ്പം മാനാഞ്ചിറ, നമുക്ക് ഈ പറഞ്ഞ മിഠായി തെരുവാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളാണെങ്കിലും കോഴിക്കോട് സിറ്റി ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് തുണി സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഡ്രസ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് കോഴിക്കോട് ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡ്രസ് ഷോപ്സ് ഒരുപാടുണ്ട്. ഈ ഡ്രസ് ഷോപ്പിലൊക്കെ ചെറിയൊരു തീ പടർന്നാൽ പോലും നമുക്ക് വളരെയധികം വലിയൊരു തീപിടുത്തത്തിലേക്ക് അത് മാറും. കാരണം ഈ ഡ്രസ്സൊക്കെ പെട്ടെന്ന് കത്തുമല്ലോ. അതുമല്ല, ഇവിടുത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളിലുള്ള ആൾക്കാരും ഉള്ള സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ റംസാൻ ആണെങ്കിലും അതുപോലെ തന്നെയുള്ള ഈ ഒരു ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ഇപ്പം ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും എന്തായാലും നമുക്കിവിടെ ആഘോഷമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഇപ്പം വിഷുവിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ റംസാൻ്റെ ആ ഒരു സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. സോ അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ക്രിസ്മസ് ആണെങ്കിലും ഇപ്പം എന്താണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഡ്രസ്സ് ഇപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങാനൊക്കെ എപ്പോൾ നോക്കിയാലും ഫുള്ളായിരിക്കും. മിഠായി തെരുവാണെങ്കിലും കാലിക്കറ്റ് ടൗൺ ആണെങ്കിലും എപ്പോഴും ജനം തിരക്കുകൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് കോഴിക്കോട്. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ ഈ ഒരു ഓരോ വർഷവും വരാറുണ്ട് കോഴിക്കോട്. ഇപ്പം ഓരോ പുതിയ ഷോപ്സ് വരാറുണ്ട്. അങ്ങനെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഇവിടെ ഉള്ള കേട്ടോ. പുതിയ ഷോപ്പൊന്നും അല്ല, എന്നാലും പുതിയ ഷോപ്പുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം വളരെ പരിമിതമാണ്. ഇപ്പം കാലിക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഉള്ള സിറ്റി തന്നെ ഉള്ളൂ. ആ ഒരു സിറ്റി തന്നെ നമുക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇപ്പം ഒരു ഷോപ്പിനൊക്കെ നമുക്ക് അവിടെ വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ റെൻറ്റായാലും നല്ല വാടകകളൊക്കെ വരുന്നുണ്ട്, ലക്ഷങ്ങൾ വാടകകൾ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് വളരെ ചെറിയ ഷോപ്പുകൾ ആരംഭിക്കുക ചെയ്യുന്നത്. അങ്ങനെ ആരംഭിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായാൽ പോലും അത് അണയ്ക്കാനുള്ള ശേഷിയോ നമുക്ക് അവിടെ ഇല്ല. അതിന് ഫയർ എൻജിനോ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ വലിയ മാളിലൊക്കെ ഉള്ള പോലെ ഫയർ വന്നു കഴിഞ്ഞാൽ അത് അണയ്ക്കാനുള്ള അത്രത്തോളം ഈ ഒരു വാട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല കേട്ടോ. ഈ ഫയർ എക്സ്റ്റിങ്ഷർ ആണെങ്കിൽ പോലും നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള 2-3 എക്സ്റ്റിങ്ഷറൊക്കെ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഒരുപാട് എണ്ണമൊന്നും അവിടെ ഉണ്ടാവില്ല. സോ ഇതിനൊരു പരിഹാരം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫയർ എൻജിൻസ്, ഇന്നലെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഫയർ എൻജിൻസ് ഇപ്പോൾ കുറവാണ്. കാരണം ഇപ്പം കോഴിക്കോട് തീപിടുത്തം ഉണ്ടായാൽ കോഴിക്കോട് സിറ്റിയിലുള്ള 3-4 ഫയർ എൻജിൻസ് മതിയാവില്ല. മുക്കെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോഴിക്കോടുള്ള, അത് കുറേ അകലെയാണ്. അപ്പോൾ അവിടെ നിന്നോ അല്ലെങ്കിൽ വടകരയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല എപ്പോഴും. കാരണം അതൊക്കെ വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഇവിടെയൊക്കെ കത്തി നശിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. സോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ തന്നെ ഇപ്പോൾ കാലിക്കറ്റ് സിറ്റിയിൽ തന്നെ ഇനിയും ഫയർ എൻജിൻസും കാര്യങ്ങളും ഒക്കെ വേണം. അതുപോലെ തന്നെ
ഫയർ എൻജിൻസ് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ ഒരു നഗരത്തിൽ തന്നെ ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായി സ്ഥാപിക്കണം. അതായത് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു പൈപ്പ് ഇതിനായിട്ട് അറേഞ്ച് ചെയ്യണം. അതായത് ഫയർ എക്സ്റ്റിങ്ഷർ പൈപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് എല്ലാ സിറ്റിയിലെല്ലാം ഓരോ പോയിൻറ്റ്സ് വേണം. ആ ഒരു പോയിൻറ്റ്സ് നമുക്ക് ഈ ഒരു നമുക്ക് ഫയർഫോഴ്സിൻ്റെ ആ ഒരു പൈപ്പ് ഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വെള്ളം അത് പമ്പ് ചെയ്യാൻ പറ്റും. അതിന് മാനേജർ വരെ പോകണമെന്നില്ല. ഇന്നലെ ഫുള്ള് മാനേജർ പോവുക, നിറയ്ക്കുക, പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെയും ഇവിടെ ഫുള്ള് സ്പ്രേ ചെയ്യാന്നുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു ഫയർ വരുമ്പോൾ അണയ്ക്കാനുള്ള ഈ ഒരു ചെറിയ ചെറിയ പൈപ്പുകൾ, അത് വാട്ടർ അതോറിറ്റിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടാക്കിയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ഓരോ സിറ്റിയിലും ഓരോരോ ഭാഗത്തായിട്ട് ഈ പൈപ്പുകൾ ഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഫയർ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൈപ്പിൽ കൂടെ നമുക്ക് ആ ഒരു വയർ പിടിപ്പിച്ചിട്ട് നമുക്കത് ഫുള്ളായിട്ട് അവിടെ പെട്ടെന്ന് നമുക്കത് അണയ്ക്കാൻ പറ്റും. അപ്പോൾ ഫയർഫോഴ്സിന് അത് കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കും. ആ ഒരു മാനേജറെ പോയിട്ട് നിറയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ തീ അണയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു 6 മണിക്കേറ്റ് ആ ഒരു ഫയർ തുടങ്ങിയിട്ട് ഇന്നലെ 12 മണിക്ക് 12:30 നമുക്ക് അണയ്ക്കാൻ പറ്റിയത്. സോ ഇത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ജസ്റ്റ് ഒരു കടയിൽ തീ പിടിച്ചപ്പോഴേക്കും ഈ ഒരു 6 മണിക്കൂർ നമുക്ക് അണയ്ക്കാൻ വന്നെങ്കിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായാൽ എന്താ ചെയ്യുക? ഈ കേരളത്തിൽ വലിയൊരു തീപിടുത്തം നമുക്ക് എവിടെയെങ്കിലും വരികയാണെങ്കിൽ, കുറേ സ്ഥലങ്ങൾ കത്തി നശിക്കുകയാണെങ്കിൽ നമുക്ക് അത് അണയ്ക്കാനുള്ള ഫയർ എൻജിനും കാര്യങ്ങളൊന്നും നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്താ പറയേണ്ടത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഫയർ എൻജിൻസും കാര്യങ്ങളൊക്കെ ഇനിയും വേണം. അതുപോലെ തന്നെ നഗരത്തിൽ തന്നെ നമുക്ക് ഈ ഫയർ അണയ്ക്കാനുള്ള ഈ ഒരു പോയിൻറ്റ്സ് വേണം, ഓരോ പോയിൻറ്റുകൾ വേണം. ആ ഒരു പോയിൻറ്റിൽ ഓരോരോ പൈപ്പുകൾ വേണം. ആ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് ആ ഒരു പൈപ്പിൽ കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് തീ അണയ്ക്കാനുള്ള സജ്ജീകരണം, അത് എനിക്ക് തോന്നുന്നു പുറത്തുള്ള കൺട്രീസിലൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള കുറച്ചും കൂടി ഇവിടെയും വേണം. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെ കുറച്ചും കൂടി അത് വ്യാപിപ്പിക്കണം. അപ്പോൾ അതാണ് പറയാനുള്ളത്. അല്ലാതെ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല എയർപോർട്ടിൽ നിന്നൊക്കെ ഫയർ എൻജിൻസ് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അവിടെ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടേക്ക് പിന്നെ അവർ റിട്ടേൺ അടിച്ച് പോകണ്ടേ? അപ്പോൾ അതൊന്നും ഒരിക്കലും പ്രായോഗികമല്ല. ഒരു 40-50 മൈൽ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആ 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് ഇത് അണയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമല്ല. കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നം സെയിം സമയത്ത് തന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫയർ എൻജിൻസൊക്കെ പിന്നെ അങ്ങോട്ടും പോകണ്ടേ? അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫയർ എൻജിൻസ് കൂട്ടേണ്ടതായിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും നഗരത്തിൽ തന്നെ ഇതിൽ അണയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം, പൈപ്പും കാര്യങ്ങളൊക്കെ ഘടിപ്പിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിപ്പോൾ കുറേ ആയി. ഇപ്പോൾ കാലിക്കറ്റ് ഒരുപാട് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ തീ പിടിക്കുന്നു. കാലിക്കറ്റ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഇപ്പം മേജർ ആയിട്ടുള്ള സിറ്റീസ്, ഇപ്പോൾ കൊച്ചി ആയാലും ട്രിവാൻഡ്രം ആയാലും എവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു എല്ലാം ഇപ്പോൾ ടൗണായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതേ മതിയാവും. കാരണം പോപ്പുലേഷൻ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ നമുക്കും പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്കും ഇപ്പോൾ നാളെ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കും ആപത്തുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ എന്തായാലും നമ്മളും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് പറയാനുള്ളത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളോടുകൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. ബൈ.